ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും ഒക്കെ താലിമാറ്റൽ ചടങ്ങിൻ്റെ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളിൽ എല്ലാം തന്നെ സച്ചിയോടും രേവതിയോടും ഭയങ്കര ദേഷ്യമാണല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇരുവരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ചന്ദ്ര പറയുകയാണ്. അവരിവിടെ നിന്ന് പോയില്ല എന്നാണെങ്കിൽ താൻ വീട്ടിൽ നിന്ന് പോകും എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ തന്നെ വീട് വിട്ടു പോയിക്കോളാം. രേവതി, നിൻ്റെ ഡ്രസ്സുകൾ എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ, നമുക്ക് വേഗം തന്നെ ഇറങ്ങാം. അച്ഛൻ്റെ ഡ്രസ്സും കൂടി എടുത്തോളാൻ പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ഒന്ന് പരുങ്ങുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നീ എന്താ അച്ഛൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ അച്ഛനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ നമ്മുടെ സച്ചിയുടെയും അതുപോലെ തന്നെ രേവതിയുടെയും കൂടെ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്രയും അതുപോലെ സുധിയും ശ്രുതിയും കൂടി വേഗം തന്നെ രവിയെ തടഞ്ഞു നിർത്താനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, എൻ്റെ മകൻ എവിടെ ആണോ താമസിക്കുന്നത് 24 മണിക്കൂർ നിൻ്റെ 2 മക്കളെ പറ്റി പറയാറില്ലേ? എനിക്ക് 3 മക്കളാണുള്ളത്. അവരിൽ ഒരാൾ എനിക്ക് നഷ്ടപ്പെട്ടു, താൻ താങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ എവിടെയാണ് ജീവിക്കുന്നത് അവിടെയാണ് എനിക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ ഇവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചല്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഇവൻ കടലിൽ ചാടാൻ പറഞ്ഞാലും ഞാൻ ചാടും, കാരണം ഇവൻ എന്നെ രക്ഷിക്കും, തീർച്ചയായിട്ടും എനിക്കതിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്നൊക്കെ രവി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കണ്ണുകളൊക്കെ നിറയോ കേട്ടോ. അതിനുശേഷം രവി വീണ്ടും പറയുക, നിങ്ങളൊരു കാര്യം തീരുമാനിക്കാൻ ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്നാണെങ്കിൽ എൻ്റെ മകനും മരുമകളും ഈ വീട്ടിലുണ്ടാവണം. അത് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവസാനം ചന്ദ്ര തോൽവി സമ്മതിക്കുകയാണ്. ചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമല്ലേ വലുത്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോളാൻ പറഞ്ഞുകൊണ്ട് രേവതിയെ സച്ചി ഒന്ന് രൂക്ഷമായി നോക്കിയതിന് ശേഷം ചന്ദ്ര അകത്തേക്ക് കയറി പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ശ്രുതിയാവട്ടെ ആകെ സങ്കടമാവട്ടോ. കാരണം ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ നമ്മുടെ സച്ചിയും രേവതിയും പോകുമെന്ന്. അതെല്ലാം ഒരു പ്രതീക്ഷകൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതിയും അതുപോലെ തന്നെ സുധിയും. പെട്ടെന്ന് തന്നെ രവി നമ്മുടെ സച്ചിയോടും അതുപോലെ തന്നെ രേവതിയോടുമായിട്ട് പറയുവാണ്, നിങ്ങൾ അകത്തേക്ക് കയറി ചെല്ല, അമ്മ പറഞ്ഞ വലിയ കാര്യമാക്കി എടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രവി തന്നെ സച്ചിനെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. അതിനുശേഷം സുധിയോടും ശ്രുതിയോടും അകത്തേക്ക് കയറി വരാൻ പറഞ്ഞിട്ട് രവി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. രവിയുടെ കൂടെ തന്നെ സുധിയും പോകുന്നുണ്ട്. സുധിയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു കിട്ടിയത്. ഞാനിപ്പോൾ തന്നെ രേവതിയും സച്ചിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു, പക്ഷേ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് തിരികെ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്കായിട്ട് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് ശ്രീകാന്തിൻ്റെ ഒരു സുഹൃത്തും ഉണ്ടാവും കേട്ടോ. അയാൾ വന്നിട്ട് ശ്രീകാന്തിനോട് ചടങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത്, നീ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ആ വീട്ടിലെന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് എന്തായാലും ജോലിക്ക് കയറണ്ട, നീ ആകെ ടള്ളാണ്, വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൂടിക്കോളാം എന്ന് പറയുമ്പോൾ ഇവിടെയും അതിൻ്റെ ഭാഗത്ത് സൗകര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ റൂമേ ഉള്ളൂ, അവിടെ നീ വിചാരിക്കുന്ന രീതിക്ക് ഒരു സൗകര്യങ്ങളും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്ന നേരത്ത് അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളും, എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു സുഹൃത്ത് ചോദിക്കുന്നു, എന്താടാ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അതോ വർഷയുമായിട്ട് പിണക്കമെന്ന് ചോദിക്കുമ്പോഴേക്കും മൊത്തത്തിൽ പ്രശ്നമാണ്, എന്തായാലും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, കല്യാണത്തിന് മുന്നേ പിന്നെ സമാധാനമായിരുന്നു, ഇതെല്ലാം പോയി എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുന്ന സമയത്ത്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്തായാലും നീ ജോലിക്കൊന്ന് ഫ്രഷായിട്ട് വായോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിനെ മീരെ വിളിക്കുന്ന രംഗമാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എടി ശ്രുതി, നിനക്ക് എന്തായാലും നല്ല രാശിയാണ്, അതുകൊണ്ടല്ലേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം തന്നെ ആ ഒരു ചടങ്ങിലുണ്ടായത്, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു സമയത്ത് നിൻ്റെ ആൻറ്റി മറന്നുപോയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അതൊരു കണക്കിന് നന്നായി, സച്ചി മൂലം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായ നന്നായി, അതുകൊണ്ട് തന്നെ ആൻറ്റി എല്ലാ പ്രശ്നങ്ങളും മറന്നു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ മീര ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ആൻറ്റി ഒന്നുകൂടി നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ എന്തായാലും ചോദിക്കുമായിരിക്കും, കാരണം അച്ഛൻ അവിടെ നിന്ന് പോകുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞത്, അതുകൊണ്ട് അതുകൊണ്ട് ഇത്ര നേരമായിട്ടും വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ
ആൻറ്റി വർഷയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെയും പുറകിലാണ്. അവരെ എത്രയും വേഗം വീട്ടിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ ഇനിയിപ്പോൾ അവൻ ചോദിക്കും തന്നെ, ഞാൻ പറഞ്ഞോളാം, ഇങ്ങോട്ടേക്ക് വന്നിരുന്നു, സച്ചി കാണിച്ച ഒച്ചപ്പാട് പലതും കണ്ടുകൊണ്ട് പിണങ്ങിപ്പോയി എന്നൊക്കെ പറയാം എന്നെ ശ്രുതി പറയുന്ന നേരത്തെ മീര പറയുന്നുണ്ട്, എന്തായാലും അതൊന്നും കേൾക്കാൻ പോകുന്നില്ല, നീ എന്തായാലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുക, നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെക്കുക, എന്തായാലും ഇനി അവർ ചോദിക്കുന്ന സമയത്ത് ഇതിനൊക്കെ മറുപടി പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ മീര പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രേവതി വന്നിട്ട് ശ്രുതിനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നത് കേട്ടോ. രേവതി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ മീരയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, മീര ഇന്ന് കുറച്ച് ഞാൻ ലേറ്റായി, ഭക്ഷണം കഴിച്ചിട്ട് എന്നിങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ചെല്ലുന്ന സമയത്ത് രേവതി ഇങ്ങനെ രവിയെ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ചന്ദ്രയെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് വേണ്ട എന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്. രേവതി നിർബന്ധിക്കുന്ന സമയത്ത് നീ വലിയ ആളൊന്നും കളിക്കൊന്നും വേണ്ട, നിൻ്റെ അഭിനയം മതി, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പറയും, രേവതി ഭക്ഷണം വേണ്ടാത്തവർക്ക് വേണ്ട, ഇവിടെ കഴിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നീ ഇങ്ങോട്ട് വരാൻ പറയുകയാണ്. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ പട്ടിണി നടക്കരുത്, ഒരിക്കലും ഭക്ഷണത്തോട് നമ്മൾ വെറുപ്പ് കാണിക്കാനായിട്ട് പാടില്ല, നീ വന്ന് ഭക്ഷണം കഴിക്കുക, ബാക്കി പ്രശ്നങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് നിർബന്ധിച്ച് തന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ ഇരുത്തുകയാണ് കേട്ടോ. അതിനുശേഷം എല്ലാവർക്കും നമ്മുടെ രേവതി വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പിന്നെ കഴിച്ചോളാം സച്ചേട്ടൻ ഇന്നലെ സച്ചേട്ടൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങിയതിന് ശേഷം നമ്മുടെ ചന്ദ്ര കഴിച്ചു തുടങ്ങുന്നില്ലേ. ഈ ഒരു സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ ഭക്ഷണം കഴിക്കാത്ത എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ലടാ, ഒരു സമാധാനമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല, അമ്മയ്ക്ക് എന്തോ ഒരു വലിയ രോഗമുണ്ടച്ചാ, അമ്മനെ എത്ര വേഗം നമുക്ക് ആശുപത്രി കൊണ്ട് കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണേ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അതേടാ എനിക്ക് വലിയൊരു അസുഖമുണ്ട്, എനിക്ക് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക, നീയൊക്കെ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സച്ചിനെ ഇങ്ങനെ രേവതിയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രയെ. ഈ സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടുകളാ, നമുക്ക് ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞില്ലേ, നീ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറയുന്ന സമയത്ത് ഭക്ഷണം വേണ്ട, പിന്നെ മതി, ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തായാലും സ്തുതിയുടെ അച്ഛൻ വരാൻ നന്നായി, അദ്ദേഹം ഈ ഒരു കാഴ്ച കാണേണ്ടിയിരുന്നില്ലല്ലോ, നമ്മുടെ മാനം അദ്ദേഹത്തിന് മുന്നിൽ താഴ്ന്നു പോയേനെ എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുമ്പോഴേക്കും വേഗം തന്നെ ശ്രുതിക്ക് ഷോക്ക് ആവട്ടോ. കാരണം ചന്ദ്ര ഇതെല്ലാം മറന്നുപോയെന്ന് വിചാരിച്ചാണ് നമ്മുടെ ശ്രുതി ഇരുന്നത്. ആ ഒരു സമയത്ത് അച്ഛൻ്റെ വിഷയം എടുത്തിട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നാലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുമെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രുതി ഒന്ന് പതുങ്ങുകയാണ്. അതിനുശേഷം ചന്ദ്ര വീണ്ടും പറയും, ഇവർ ഭാര്യയും ഭർത്താവും കാരണം എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ പോട്ടെ, ശ്രുതി നിൻ്റെ അച്ഛൻ അവിടുന്ന് പോന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് ശ്രുതിയും ആ കാര്യം ഓർത്തത്. ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ ശ്രുതി, നിൻ്റെ അച്ഛൻ അവിടെ എന്തെങ്കിലും പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഒരു അക്ഷരം ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, മഴ വരുന്നു എന്ന് TV പറയുന്ന കണക്കിനാണ് ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം. അച്ഛൻ ഇപ്പോൾ വരും നാളെ വരും എന്നൊക്കെ പറയുന്നതല്ലാതെ അച്ഛൻ വരുന്നത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്രയൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടാത്തത് കൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താ ശ്രുതി ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവളെങ്ങനെ മിണ്ടാനാ, അവളെ ഇപ്പം തന്നെ ഓരോ കള്ളത്തരങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ പാർലറിടത്തി, ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര വീണ്ടും ചോദിക്കും, നീ കള്ളത്തരങ്ങൾ ആലോചിച്ച് കൂട്ടുകയാണ്, നീ എന്നെ പറ്റിക്കുകയായിരുന്നു, നീ കള്ളം പറയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്ര. ഈ സമയത്ത് രവി മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര ശ്രുതിയുടെ അച്ഛനെ പറ്റി ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രുതിക്ക് ഓക്കാനം വരികയാണ് കേട്ടോ. ശ്രുതി വേഗം പോയി ഛർദ്ദിക്കുകയും അതുമാത്രമല്ല തല ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര വേഗം തന്നെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിനക്ക് തല ഇറങ്ങുന്നുണ്ടോ, നിനക്ക് പുളി കഴിക്കാൻ തോന്നുന്നുണ്ടോ, എപ്പോഴും ഒക്കാനം വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം തന്നെ ശ്രുതി ഉവ്വ് എന്ന മറുപടി പറയുക. കേൾക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, മോനെ ശ്രുതി
നീ സാധിച്ചെടുത്തു. എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ താടി പിടിച്ച് ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ പ്രകടനം കാണിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രുതി വേഗം താടിയിലൊക്കെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഈ താടി നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അമ്മ, ഇത് ആദ്യമായിട്ട് കാണുന്നത് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് നെറുകയിൽ ഉമ്മയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നീട് രേവതിയുടെ അടുത്ത് കുറച്ച് പഞ്ചസാര എടുത്തുകൊണ്ട് വായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. രേവതി പഞ്ചസാര കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ചന്ദ്രേ, എന്താ കാര്യം, തുറന്നു പറയുക എന്നൊക്കെ പറയുമ്പോഴേക്കും രവിയേട്ടാ, 3 മക്കളെ പ്രസവിച്ചല്ലേ ഞാൻ, എനിക്കറിയാം ഇത് നമ്മുടെ സ്തുതിക്ക് വിശേഷമുണ്ട്. നമ്മുടെ സ്തുതിയാണ് ആദ്യം അച്ഛനാവാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എൻ്റെ മൂത്ത മകനാണ് ആദ്യം അച്ഛനാവാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്ന കേൾക്കുമ്പോഴേക്കും രവിക്കും അതിലുപരി നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. ശ്രുതി ആകട്ടെ ഇതെപ്പോൾ സംഭവിച്ചു എന്നുള്ള ആകെ കണക്കുകൂട്ടലിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. ശ്രുതിയും നമ്മുടെ ചന്ദ്രയും കൂടെ ഇത് കേട്ടിട്ട് ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്ര വേഗം എല്ലാവരും തിരിച്ച് ഇങ്ങനെ നിർത്തുകയാണ്. കാരണം അവർക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവില്ലേ. ഭാര്യ അമ്മയാവാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ചെറിയ സ്നേഹപ്രകടനങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ ചന്ദ്ര എല്ലാവരോടും തിരിഞ്ഞു നിൽക്കാൻ പറയുന്നത്. എന്നാൽ ഇരുവരും വന്നതിന് ശേഷം പരസ്പരം നോക്കുക എന്നല്ലാതെ കണക്ക് കൂട്ടലുകളും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ, എന്തു പറ്റി, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എടാ സുധി, നീ അച്ഛനാവാൻ പോകുന്നു, ദേവേട്ട രവിയേട്ട ഒരു അച്ഛനാകാൻ പോകുന്നു, ഞാൻ ഒരു അച്ഛമ്മയാകുന്നു, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്ത് നീ എന്തായാലും ഉറപ്പിക്കാൻ വരട്ടെ, എന്തായാലും സുധി ഉണ്ടല്ലോ ഇവിടെ, സുധി നീ പോയി സുധീനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ, എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്തിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വാ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് കൺഫേം ചെയ്യുന്നത്, എനിക്കറിയാം എൻ്റെ മരുമകൾ ഗർഭിണിയാണ്, എനിക്ക് എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വാക്കുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷിച്ച് നിൽക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.